നബിദിനാഘോഷ കമ്മിറ്റികൾ ഇത് ആദ്യം ഉണ്ടാക്കിയത് പരിഷ്കാരികളായി വന്ന വഹാബികളുടെ ആദ്യ നേതാക്കളാണ്. അതാണ് ഈ ആഘോഷത്തിൻ്റെ രൂപത്തിൽ ഇത് ആദ്യം ഉണ്ടാക്കിയത്. കാരണം JDT ഇസ്ലാമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അവരാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇതിനെ ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത് ആദ്യം ഉണ്ടാക്കിയത് പരിഷ്കാരികളായി വന്ന വഹാബികളുടെ ആദ്യ നേതാക്കളാണ്. കൊള്ളാം, നമ്മളെ ആലിമ്യങ്ങൾ കൊള്ളാം, നല്ലൊരു പരിപാടിയാണ് തന്നെ. അതൊരു ഭക്തിപൂർണ്ണമാക്കി നമ്മളെ ആലിമ്യങ്ങൾ നല്ല മൗലൂദ് ഉണ്ടാക്കി. ആ മൗലൂദും അതിനെ ഭക്തിയാദരപൂർവ്വം നിർവഹിച്ച ഒരു ചടങ്ങും അത് കഴിഞ്ഞിട്ട് സദഖ ഭക്ഷണം വിളമ്പുന്നൊരു പരിപാടി. അപ്പം നമ്മുടെ നാട്ടിലും കുറച്ച് കാലമായിരിക്കും വന്നിട്ട്. പക്ഷേ ആ കുറച്ച് കാലം വന്ന കാലത്ത് അത് എല്ലാവർക്കും ആവശ്യമായിരുന്നു. ആരും അതിനെ എതിർത്തിട്ടില്ല. വഹാബികളുടെ നേതാക്കളായി വന്നവരായിരുന്നു യോഗം വേണം, പ്രസംഗം വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ അതിന് പറഞ്ഞിരുന്നത്. ആഘോഷ കമ്മിറ്റികളിലൊക്കെ അവരായിരുന്നു വാസ്തവത്തിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആ യോഗങ്ങളിലേക്കും ഒരാഘോഷ പരിപാടികളിലേക്കും സ്റ്റേജ് പരിപാടികളിലൊക്കെ നിൽക്കുകയും മറ്റേ വീട്ടിലെ മൗലൂദുള്ളൂ, വീട്ടിലെ മൗലൂദും ചോറും അതേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം വിളമ്പുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് അത്ര വലിയ പ്രസക്തമല്ലാതിരിക്കാം. അന്നത്തെ കാലത്ത് കൊല്ലത്തിലൊരിക്കൽ നബിദിനാഘോഷത്തിന് കഴിക്കുന്നതും പെരുന്നാളിന് 2 പെരുന്നാളിന് കഴിക്കുന്നതും തന്നെയാണ് വയറ് നിറച്ച് ഇനി മതി മക്കളെ എന്ന് ഉമ്മയും ബാപ്പയും പറയാതെ കഴിക്കുന്ന ആഹാരം. മനസ്സിലായോ? മറ്റതൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചാലും മതി മക്കളെ നീച്ചോളിയും കൈയഴിക്കോളി എന്ന് പറയും. ഞാനൊക്കെ അങ്ങനെ പട്ടിണി കടന്നതും ആ തലമുറയാണ്. അതിൻ്റെ ശേഷമുള്ള തലമുറക്ക് അത് അറിയാതിരിക്കാം. തീർച്ചയായും നോമ്പ് തുറക്കാൻ വരെ ഞങ്ങൾ തന്നെ അന്ന് തേക്കിൻ്റെ ഇലയിലാണ് സാധനങ്ങൾ പൊഴിഞ്ഞു കൊടുക്കുക. വസ്തുക്കൾ കടയിലെ സാധനങ്ങൾ തേക്കിൻ്റെ ഇല, ആ തേക്കിൻ്റെ ഇല ഒടിച്ച് അത് തലയിൽ ആഞ്ഞു കെട്ടി അത് കടയിൽ കൊണ്ടുപോയി വിറ്റ് അതിന് കിട്ടുന്ന 50 പൈസ അല്ലെങ്കിൽ 25 പൈസ കൊണ്ട് കപ്പ മേടിച്ച് ആ കപ്പ പുഴുങ്ങിയിട്ട് നോമ്പ് തുറക്കണം. ഇങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തുള്ള നോമ്പ് തുറ. എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് മതിയാവൂല. പിന്നീട് ഉമ്മാൻ്റെ വീട്ടിലേക്കോ പെങ്ങളെ വീട്ടിലേക്കോ മറ്റേതെങ്കിലും വീട്ടിലേക്കോ അവിടെ വല്ല ശിഷ്ടമുണ്ടോ ബാക്കിയുണ്ടോ നോക്കി ഓടുകയാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും അനുജനൊക്കെ അങ്ങനെ ധാരാളം ഓടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പട്ടിണിയാണ് അക്കാലം. ആ പട്ടിണിയുടെ കാലത്ത് പെരുന്നാളിൻ്റെ 2 ദിവസത്തെ ഊണും ഇതുപോലത്തെ വല്ല നേർച്ചച്ചോറും ആരെങ്കിലും നബിൻ്റെ നബിദിനാഘോഷം തന്നെ മൗലൂദിൻ്റെ ചോറുണ്ടാക്കി അതാണ് വയറ് നിറച്ച് ഇറച്ചിയും ചോറും കിട്ടുള്ളൂ. അതൊരു വാഴയില വെട്ടിയിട്ടാണ് ഞങ്ങളവിടേക്ക് വെക്കുക. വാഴൻ്റെ ഇല വെട്ടിയിട്ട് വിരിച്ചിട്ട് അതിലൊന്നായിട്ട് ചോറ് കൊട്ടുക. തേങ്ങാച്ചോറോ അതല്ലെങ്കിൽ വെറും ചോറോ അതിലൊന്നായിട്ട് കറി ഒഴിക്കുക. ആ കറി ഒഴിച്ച് എല്ലാവരും ഒന്നിച്ചിങ്ങനെ തിന്നായിരുന്നു. അതൊന്നും ഇന്ന് ഊഹിക്കാൻ വയ്യ. വാസ്തവത്തിൽ പട്ടിണി കൊണ്ടും വിശപ്പ് കൊണ്ടുമാണ്. ആ വിശപ്പിൻ്റെ കാലത്ത് മൗലിദാഘോഷം വളരെ പ്രസക്തമായിരുന്നു. അന്നായിരുന്നു ഈ വഹാബികൾ ഇന്നത്തെ ഈ നിഷേധവും ഇന്നത്തെ വിമർശനവുമായി വന്നതെങ്കിൽ കാരണത്തടിയേറ്റ് അവർ പോകുന്നു. തിരിച്ച് വേറൊന്നും പറയേണ്ടി വരില്ല. കാരണം ഈ പട്ടിണി നമ്മൾ ചോറൊക്കെ മുടക്കാൻ നടക്കുന്ന ഒരു കൂട്ടരെന്ന് പറയുന്നു. ഇപ്പം അവർക്ക് സുഖമായിട്ട് പറയാം. പുതിയ കാലമല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ ആഘോഷം വന്നത്. ഈ ആഘോഷം വന്നപ്പോൾ ഇത് ആദ്യം മുതൽ വരുമ്പോഴേ നാം പറഞ്ഞല്ലോ, വിലമാക്കന്മാർ ഏത് കാലത്തും ദീനിൻ്റെ വിഷയങ്ങൾ നോക്കിപ്പോകും. അപ്പോൾ ജന്മദിനാഘോഷങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ആ ആഘോഷങ്ങളുടെ കൂട്ടത്തെ സംസ്കരിച്ച് ദീനിയായ രീതിയിലുള്ള ആഘോഷമാക്കി ദീനിന് നിരക്കാത്ത വല്ലതും ഇത്തരം ആഘോഷങ്ങളുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ ഈ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ പാടില്ല. അവിചാരിതമായി ഒന്നുകൂടിയാൽ അതിനെ എതിർത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ മുങ്കറാണ്, അത് മുങ്കറാത്തുകളൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഈ നബിദിനാഘോഷത്തെ സംസ്കരിച്ചു കൊണ്ടുവന്നത്. അല്ലാമ അബൂശാമ റഹ്മഹുല്ലാഹ്, മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹു തങ്ങളുടെ ഗുരുവാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂശാമ എന്ന വഫാത്താവുന്ന ഹിജ്റ 665-ലാണ്. മുളഫർ രാജാവിൻ്റെ ആ വലിയ മൗലിദും പ്രസിദ്ധമായ മൗലിദും അതിനുവേണ്ടി രചിക്കപ്പെട്ട മൗലിദ് കിതാബും എല്ലാം പ്രസിദ്ധമായി. അതിൻ്റെ പാരായണങ്ങൾ പല സദസ്സുകളിലും പല രാജസദസ്സുകളിലും ഗംഭീരമായി നടക്കുന്ന കാലത്തെ സംബന്ധിച്ചാണ് ഒമിൻ അഹ്സനി വബുത്തുദിഅ ഫീ സമാനിന എന്ന് മഹാനായ അല്ലാമ അബൂ ശാബ തങ്ങൾ പറയുന്നത്.
നേവിമാമിൻ്റെ മുമ്പുള്ള അവരുടെ ഗുരു എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് വേറെ ഏതൊന്നും പരിശോധിക്കേണ്ടതില്ലല്ലോ, ഒന്നും തിരിയേണ്ടതില്ല. ആ നേവിമാമിൻ്റെ ഗുരു ഷെയ്ഖുന എന്ന് മഹാനവറുകൾ പറയുന്ന അല്ലാമ അബൂ ശാമ അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്. അപ്പം ഈ ഗ്രന്ഥത്തിലാണ് അവർ പറയുന്നത് വിദ്യാർത്ഥികളെ തന്നെ നിരത്തി പറഞ്ഞിട്ട് ആ കൂട്ടത്തിലാണ് പറയുന്നത്. പക്ഷേ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നമ്മുടെ കാലത്തുണ്ടായ ഈ വിദ്യാർത്ഥി വളരെ നല്ല കാര്യമാണ്, ഏറ്റവും മുന്തിയതിൽപ്പെട്ടതാണ്. ഇത് ബഹുമാനപ്പെട്ടവർ വിവരിക്കുമ്പോൾ ആ വിദ്യാർത്ഥിനെ പറ്റിയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഹിജറ 665 വഫാത്തായ ആൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ 1446 അല്ലേ നമ്മൾ നിൽക്കുന്നത്. 1446 ആകുമ്പോൾ 400 ഏതാണ്ട് ഒരു 800 കൊല്ലം, 700-ൽ പരം കൊല്ലങ്ങൾ പിന്നിട്ട ശേഷമാണ് നമ്മളിപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ ഒരു ആചാരം പോലെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ദൗർഭാഗ്യകരമാണ്. കാരണം എത്ര തന്നെ ഇമാമിയങ്ങൾ പറഞ്ഞാലും ആരെല്ലാം എന്തെല്ലാം വിശദീകരിച്ചാലും പാടിയത് തന്നെ പാടുന്ന സ്വഭാവം വലാലത്തിൻ്റെ ആളുകളും വിദാത്തിൻ്റെ ആളുകളും നിർത്തില്ല എന്നർത്ഥം. നമ്മളിപ്പോൾ ഒരു മൗലിദാഘോഷ പരിപാടിൻ്റെ ഒക്കെ ഇഷ്ക റസൂൽ, ഇഷ്ക നമ്മൾ പേര്. ഇത് പറയുന്ന ആളും നമ്മളും ഒന്നും ഇഷ്കിൻ്റെ തരത്തിലേക്ക് ഒരു വിധാനത്തിലും എത്തിയിട്ടില്ല. ഒരു കാര്യത്തിലും ഒന്നിലും നമ്മളെ വീട്ടുകാരിയോടുള്ള ഇഷ്കിൽ പോലും നമ്മൾ ആ വിധാനത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ പിന്നീട് രാജകീയ പ്രൗഢിയിൽ വന്നതാണ് സ്വാഹിബുൽ ഇർബുൽ, മുളഫർ രാജാവ് എന്ന് പറയുന്ന ആള്. ആളെ പേര് തന്നെ കോക്കുബിരി എന്നാണല്ലോ. കോക്കുബിരി ആ പേരിനെ ആലോചിച്ച് നിങ്ങൾ അറബല്ലത് കോക്കുബിരി എന്ന്. പോന്നൊരു ശബ്ദം അറബിലില്ല. അറബിയെടുത്ത് വായിച്ചാണെങ്കിൽ കൂഖ്ബീരി എന്നാ പറയാ. കൂല എന്നല്ല പറയാം. കോക്കക്കോലക്ക് കൊക്കക്കോല തന്നെ അറബികളത് കൂല എന്നാ പറയാ. അങ്ങനെ ഒരു ഉച്ചാരണം അറിയുള്ളൂ. എന്നൊരു ശബ്ദം ഓകാരം അവർക്കില്ല. ഓകാരമൊന്നും അറബിലില്ലല്ലോ. അപ്പൊ കോക്കിബിരി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ അത് അറബല്ലാന്ന്. പേർഷ്യനാണ്. പേർഷ്യൻ നാമത്തിൽ, പേർഷ്യൻ സമൂഹത്തിൽ, പേർഷ്യൻ സംസ്കാരത്തിൽ വളർന്നു വന്നിരുന്ന ജന്മദിനാഘോഷങ്ങൾക്കിടയിൽ ആ ജന്മദിനാഘോഷങ്ങളെ എല്ലാം കവച്ചു വെക്കുന്ന തരത്തിൽ നിങ്ങൾ ഈ ആഘോഷിക്കുന്ന ആളുകളൊക്കെ ആഘോഷിക്കാനും അവരുടെ ജന്മദിനങ്ങളൊക്കെ ആഘോഷിക്കപ്പെടാനും എന്തിരിക്കുന്നു? ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഉണ്ടാകുമ്പോൾ മറ്റുള്ളതെല്ലാം അപ്രസക്തമല്ലേ? ആ ഒരു ജന്മദിനാഘോഷത്തിൽ എല്ലാം കൂടി സമന്വയിപ്പിച്ച് എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് മഹാനവറുകൾ ചെയ്തത്. അത് ഇസ്ലാമിന് ഗംഭീര വിജയം നേർന്നു. ഇത് വികസിച്ചു. ഇത് ഇനിയും വികസിക്കും, കാലത്തിനനുസരിച്ചൊക്കെ വികസിക്കും, ഉറപ്പല്ലേ? ഇപ്പൊ സമ്മാനം കൊടുക്കുമ്പോൾ പണ്ട് കൊടുത്തിരുന്ന സമ്മാനമൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഏറ്റവും നല്ല മൊബൈൽ ഫോണ്, ഏറ്റവും നല്ല ആ ജാതിയൊക്കെ കൊടുക്കേണ്ടി വരിക. അങ്ങനെ സമ്മാനം കൊടുക്കുന്ന കാലത്ത് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ദാനം ചെയ്യുന്നതും ജനങ്ങൾക്ക് ആവശ്യമുള്ളതായി മാറും. ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ ആചാരങ്ങൾ മാറുമ്പോൾ ഈ ആചാരങ്ങൾ മാറുന്നതനുസരിച്ച് എല്ലാം പുതിയത് ഒക്കെ മിണ്ടാതിരിക്കും. ഇതൊക്കെ അനാചാരം എന്ന് ഒഴിവാക്കുകയാണോ വേണ്ടത്? അതോ പരിശുദ്ധ ഇസ്ലാമിന്റെ കാലികതയും സമ്പൂർണതയും വ്യക്തമാക്കുകയാണോ? തീർച്ചയായും പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമാണ്, കാലികമാണ്, ഏതു കാലത്തേക്കും പര്യാപ്തമാണ്. എന്തിനോടും പ്രതികരിക്കാനുള്ള ശേഷി ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുടടുക്കുന്ന എല്ലാവിധ ആചാരങ്ങളും എല്ലാവിധ ആഘോഷങ്ങളും എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളും ആ സംസ്കാരങ്ങളെയൊക്കെ ശുദ്ധീകരിക്കാൻ പോകുന്ന പവർ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിനുണ്ട്. ആ ശരീഅത്തിന്റെ പവറാണ് നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വേണ്ടാത്തത് വേണ്ട എന്ന് പറയും, വേണ്ടത് വേണമെന്ന് പറയും. ഇതാണ് ഉലമാക്കന്മാരുടെ ദൗത്യം. വേദിയിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, മുതഅല്ലിമുകളെ, സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ പ്രമാണിച്ച് മൗലിദാഘോഷത്തിൻ്റെ പ്രാമാണികത വിവരിക്കുന്ന ഒരു പരിപാടി ഈ കാലത്ത് ന്യായമാണ്, സംഗതമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബും മഹബ്ബത്തുമാണ്
ഇതിൻ്റെയൊക്കെ പ്രചോദനം എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി. ഹുബ്ബ് എന്ന് പറയുന്നത് തന്നെ നമ്മളതിൻ്റെ തലങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് വരുമെങ്കിലും സ്നേഹം എന്നൊക്കെ നമ്മളതിനെ പരിഭാഷപ്പെടുത്തുമെങ്കിലും മാനസികമായി ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ ഉണ്ടാകുന്ന അഭിനിവേശത്തിൻ്റെ തലങ്ങളിൽ വളരെ ഉയർന്നു നിൽക്കുന്ന സ്റ്റെപ്പാണ് ഹുബ്ബ്. അതിൻ്റെ മദ്ഹറുകൾ തലക്കം മുതൽ തുടങ്ങും. മൈലാൻ, ഒരാളിലേക്കുള്ള ഒരു മൈല്, ഒരാകർഷണം, ഒരു വസ്തുവിലേക്കുള്ള ഒരാകർഷണം. ഇതതിൻ്റെ പ്രഥമ മദ്ഹറാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മദ്ഹർ വല. ഇങ്ങനെ സ്റ്റെപ്പായി ഏഴാമത്തെ മദ്ഹറിൽ എത്തുമ്പോഴാണ് അത് ഹുബ്ബ്, മഹബത്ത് എന്ന് പറയുന്നിടത്ത് എത്തുന്നത്. ഈ ഹുബ്ബ് എന്നറിയുന്ന ആ മഹബത്തിൻ്റെ ആ സ്ഥാനത്തെത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ കാരണങ്ങൾക്കതീതമായി, ന്യായങ്ങൾക്കതീതമായി സ്നേഹമാവുക എന്നതാണ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, മഹബത്ത് എന്ന് നമുക്ക് ഹൃദയത്തിലുണ്ടാകണമെങ്കിൽ നബിയിൽ നിന്ന് എന്ത് കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്നേഹിക്കേണ്ട കടപ്പാട് നമുക്ക് എന്തുണ്ട്, അതിന് നിദാനമാകുന്ന കാരണങ്ങൾ എന്താണ്, ഇതൊന്നും അന്വേഷിക്കേണ്ട. ഈ അന്വേഷണങ്ങൾക്കൊക്കെ അപ്പുറമുള്ള, എല്ലാ ഇടരുകളിൽ നിന്നും അപ്പുറമുള്ള, കാരണങ്ങൾക്കതീതമായി അവിടുത്തെ തിരുവ്യക്തിത്വത്തോട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹൃദയം നിറഞ്ഞ് നിഷ്കപടമായി സ്നേഹമായി വരുമ്പോഴാണ് അതിനെ ഹുബ്ബ് എന്ന് പറയുക. അത് കടന്നാൽ പിന്നെ രണ്ട് മദ്ഹറുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് വുദ്, മറ്റൊന്ന് ഇഷ്ഖ്. ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൽ നിന്നും അപ്പുറം വിടണല്ലോ. ഇഷ്ക് നമുക്കൊക്കെ അറിയാലോ. ഇഷ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രേമം മൂത്താലുണ്ടാവുന്ന ഒരവസ്ഥക്കാണ് നമ്മളെ പ്രയോഗത്തിൽ ഇഷ്ക് എന്ന് പറയുന്നത്. ഇഷ്കിലെത്തുമ്പോൾ ആരെയാണ് പ്രേമിക്കുന്നതെങ്കിൽ, ആരെയാണ് ഇഷ്ടം വെക്കുന്നതെങ്കിൽ ആ ആളെ കണ്ടാൽ പോലും അറിയാത്ത മനോഭാവം, വിഭ്രമം, ആ വിഭ്രമാവസ്ഥയാണ് ഇഷ്ക്. ഇതിൻ്റെ അപ്പുറത്ത് പോകുന്നില്ല, അന്തല്ലാത്ത അവസ്ഥയാണിത് അർത്ഥം. ഇഷ്ക് ആരോടാണെങ്കിലും ന്യായമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഹറമായതൊന്നുമില്ല. ഒരു പെണ്ണിനോട് തോന്നുന്ന ഇഷ്കാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ മുഹറമായ സംഗതികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാണ് സ്നേഹം. ആ സ്നേഹം മൂത്ത് ഇഷ്കായി. അല്ലെങ്കിൽ കുടുംബബന്ധത്തിലുള്ള ഒരു പെണ്ണാണ്, പണ്ട് കാലത്തെ കണ്ടുവരുന്ന ഒരു പെണ്ണാണ്. അങ്ങനെ കണ്ടുവരുമ്പോൾ അതിനോട് അങ്ങനെ അതിൻ്റെ ഇഷ്ടം അതിൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. ആ ഇഷ്ടം അങ്ങനെ മൂത്ത് ഇഷ്കായി. ഇത് ഇഷ്കിൻ്റെ വിധാനത്തിലെത്തിയാൽ, ആ ഇഷ്കിലായിട്ട് ആൾ മരിച്ചാൽ അയാൾ ഷഹീദിൻ്റെ കൂലിട്ട ആളാണ്. അത്ര വലിയ തെക്ലീഫില്ലാത്ത ഒരവസ്ഥയാണ് ഇഷ്ക്. നമ്മളിപ്പോൾ ഒരു മൗലിദാഘോഷം പരിപാടിൻ്റെ ഒക്കെ ഇഷ്ക് റസൂൽ, ഇഷ്ക് എന്നാണ് നമ്മൾ പേര്. ഇത് പറയുന്ന ആളും നമ്മളും ഒന്നും ഇഷ്കിൻ്റെ തരത്തിലേക്ക് ഒരു വിധാനത്തിലും എത്തിയിട്ടില്ല. ഒരു കാര്യത്തിലും ഒന്നിലും നമ്മളെ വീട്ടുകാരിയോടുള്ള ഇഷ്കിൽ പോലും നമ്മൾ ആ വിധാനത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ മജ്നൂനു ലൈല, ലൈലി മജ്നൂ, ലൈല മജ്നൂ എന്നാണ് നാട്ടുകാർ പറയുന്ന ഭാഷ. നമ്മൾ മൂല്യന്മാർ പറയേണ്ട ഭാഷ മജ്നൂനു ലൈല, ലൈലാൻ്റെ മജ്നൂൻ. ലൈലാൻ്റെ മജ്നൂനിനെ ഇഷ്കിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ലൈല ഓരോരുത്തരിന്ന് വിളിച്ചു മജ്നൂനിനെ. ഖൈസ് ഇബ്നുൽ മലൂഹ് എന്നാണ് അയാളെ പേര്. മജ്നൂൻ അയാളെ ഈ ലെവലിൽ ഭ്രാന്ത് വന്നപ്പോൾ പറയുന്ന പേരാണ്. ഈ മജ്നൂനിനെ ലൈല വിളിച്ചു, ഒന്ന് വരൂ, ഒരല്പം സംസാരിക്കാം. അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ലൈല വിളിക്കുമ്പോൾ എനിക്ക് നിന്റെ ഒരാവശ്യവുമില്ല, ഞാൻ ലൈല 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 എന്ന ആ ഹുബ്ബിന് നിന്ന് പോകണമെന്നാണ് ലൈലായോട് മജ്നൂന് പറയുന്നത്. ലൈലായെ കണ്ടിൽ അറിഞ്ഞില്ല എന്ന്.
ഇതാണ് ഇഷ്ക്. ആ ഇഷ്കിൻ്റെ തൊട്ടിപ്പുറത്ത് ഉദ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന 7ാം മദ്ഹറാണ് ഹുബ് എന്ന് പറയുന്നത്. ആ ഹുബ് നമുക്കൊന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടെന്ന് അവകാശപ്പെടാനില്ല. അത് നമ്മൾ പ്രാർത്ഥിച്ചുണ്ടാക്കിയിട്ട് വേണം. അള്ളാഹു ആ മഹബത്ത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മളെ അനങ്ങുമ മഹബത്ത് എന്ന് പറയുന്നുവെന്നേ ഉള്ളൂ. എങ്കിലും അടിസ്ഥാനപരമായി വിശാലമായ ഒരർത്ഥത്തിലാണല്ലോ വിശുദ്ധ ഖുർആൻ അതിനെ പ്രയോഗിച്ചിട്ടുള്ളത്. സൂഫിയന്മാർ ഉണ്ടാക്കി തീർക്കുന്ന ഈ ഇസ്തിലാഹുകളിലേക്കൊന്നും വിശുദ്ധ ഖുർആൻ വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അള്ളയും റസൂലും അഹബ്ബാകണം എന്ന് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഈ ഇഷ്ക്, ഹുബ്, വലഹ്, വലഹ് ഇതൊന്നും പ്രത്യേകമായി വേർതിരിച്ചുകൊണ്ടുള്ള പ്രയോഗമല്ല. അതൊക്കെ പിന്നീട് ഉണ്ടാകുന്ന ഇസ്തിലാഹുകളാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ സ്നേഹത്തിൻ്റെ വികാരമാണ് ഇതിന് പ്രചോദനം. അതിവിചാരമായി വളർന്നവരാണ് വിശ്വാസികൾ. ആ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കർമ്മങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നൊന്നിലുണ്ടായ ഒരു സംഭവത്തെ സ്പർശിക്കുന്നത് പോലെയാണ് പലപ്പോഴും വിമർശകന്മാർ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഇന്നൊന്നലെയൊന്നും അല്ല. ഒമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിനാ എന്ന് പറയുന്ന ആള് ഹിജറ 665 വഫാത്തായവരാണ്. അല്ലാമ അബൂശാമ റഹ്മഹുല്ലാ, മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹു തങ്ങളുടെ ഗുരുവാണ്. നബി ഇമാം അതിൻ്റെയും മുൻപ് വഫാത്തായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂശാമ എന്ന വഫാത്താവുന്ന ഹിജറ 665. അപ്പം ഹിജറ 600കളിലാണ് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നത് ഹിജറ 600കളിലാണ്. 600ൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. മുളഫർ രാജാവിൻ്റെ ആ വലിയ മൗലിദും പ്രസിദ്ധമായ മൗലിദും അതിനുവേണ്ടി രചിക്കപ്പെട്ട മൗലിദ് കിതാബും എല്ലാം പ്രസിദ്ധമായി. അതിൻ്റെ പാരായണങ്ങൾ പല സദസ്സുകളിലും പല രാജസദസ്സുകളിലും ഗംഭീരമായി നടക്കുന്ന കാലത്തെ സംബന്ധിച്ചാണ് ഒമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിനാ എന്ന് മഹാനായ അല്ലാമ അബൂശാബ തങ്ങൾ പറയുന്നത്. ഇപ്പം നബിമാമിൻ്റെ മുമ്പുള്ള അവരുടെ ഗുരു എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് വേറെ ഏതൊന്നും പരിശോധിക്കേണ്ടതില്ലല്ലോ, ഒന്നും ചിന്തേണ്ടതില്ല. നമ്മളെ മദ്ഹബിൻ്റെ അവസാന വാക്ക് തന്നെ ഇമാം നബവിയാണ്. ഇമാം നബവിയുടെ ഗന്ധങ്ങൾ പല ഭിന്നമായ രൂപത്തിൽ വന്നപ്പോഴാണ് മുതാഖിരീങ്ങളായ ഇമാമുകളെ നമുക്ക് ആവശ്യമായി വരുന്നത്. ഇബ്നു ഹജർ തങ്ങൾ, റംലിയൊക്കെ ആവശ്യമായി വരുന്നത്. നബി ഇമാമിൻ്റെ കിതാബുകളിൽ വ്യത്യാസങ്ങൾ വരികയും പല കിതാബുകളിൽ പലതും കാണുമ്പോൾ ഏതിനെ വിലപ്പെടുത്തണമെന്ന് കാണുന്നിടത്തും വിശദീകരിക്കുന്നിടത്തുമാണ് ഇബ്നു ഹജർ തങ്ങളും റംലിയൊക്കെ ആവശ്യമായി വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മദ്ഹബിൻ്റെ മുഹരിർ മഹാനായ ഇമാമുൽ നവവി തങ്ങളാണ്. ആ നബി ഇമാമിൻ്റെ ഗുരു ഷെയ്ഖുന എന്ന് മഹാനവറുകൾ പറയുന്ന അല്ലാമ അബൂശാമ അവരുടെ കാലത്തുണ്ടായ, എന്തിനാ പറയുന്നത്, അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്, ബിദ്അത്തുകളെ ഇൻകാർ ചെയ്യുന്നതിനായി മാത്രം, അതിൻ്റെ പ്രേരകമായി മാത്രം ആ നാമം വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞതനുസരിച്ചാണ് ബിദ്അത്തുകളും ചീത്തയായ കാര്യങ്ങളും എല്ലാം പിൽക്കാലത്ത് വന്ന ഇമാമിങ്ങളെല്ലാവരും വിവരിച്ചത്. എത്രത്തോളം എന്നാൽ നമ്മളെ ഫത്ഹുൽ മുഈനിലൊക്കെ കാണുന്ന സ്വലാത്തുർ റഗായിബ് തുടങ്ങി ഏതെല്ലാം നിസ്കാരവും ഇബാദത്തുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകൾ ഉണ്ടോ, അതുപോലെ ഏതെല്ലാം ആചാരപരമായിട്ട് ദീനിയായിട്ട് ഉണ്ടാക്കപ്പെട്ട ദുരാചാരങ്ങളുണ്ടോ, ആ ദുരാചാരങ്ങളെയൊക്കെയും പിൽക്കാലത്ത് ഇമാം നവവി മുതൽക്കുള്ള ഇമാമിങ്ങളൊക്കെയും അതിൽ അവലംബമാക്കുന്നത് ബഹുമാനപ്പെട്ട അല്ലാമ അബൂശാമ തങ്ങൾ അവർകളെയും അവരുടെ അൽ ബാഇസ് എന്ന ഈ ഗ്രന്ഥത്തെയുമാണ്. അപ്പം ഈ ഗ്രന്ഥത്തിലാണ് അവർ പറയുന്നത് ബിദ്അത്തുകളെ തന്നെ നിരത്തി പറഞ്ഞിട്ട് ആ കൂട്ടത്തിലാണ് പറയുന്നത്. പക്ഷേ ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ നമ്മുടെ കാലത്തുണ്ടായ ഈ ബിദ്അത്ത് വളരെ നല്ല കാര്യമാണ്, ഏറ്റവും മുന്തിയതിൽപ്പെട്ടതാണ്. ഇത് ബഹുമാനപ്പെട്ടവർ വിവരിക്കുമ്പോൾ ആ ബിദ്അത്തിനെ പറ്റിയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഹിജറ 665 വഫാത്തായ ആൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ 1446 അല്ലേ നമ്മൾ നിൽക്കുന്നത്.
1446 ആകുമ്പോൾ 400 ഏതാണ്ട് ഒരു 800 കൊല്ലം, 700-ൽ പരം കൊല്ലങ്ങൾ പിന്നിട്ട ശേഷമാണ് നമ്മളിപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ ഒരു ആചാരം പോലെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ദൗർഭാഗ്യകരമാണ്. കാരണം എത്ര തന്നെ ഇമാമിയങ്ങൾ പറഞ്ഞാലും ആരെല്ലാം എന്തെല്ലാം വിശദീകരിച്ചാലും പാടിയത് തന്നെ പാടുന്ന സ്വഭാവം വലാലത്തിൻ്റെ ആളുകളും വിദാത്തിൻ്റെ ആളുകളും നിർത്തില്ല എന്നർത്ഥം. അപ്പം വിദാത്തിൻ്റെ ഘോഷങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് എല്ലാ കാലത്തും നടക്കും, ഖിയാമത്ത് നാൾ വരെയും നടക്കും. അപ്പോഴൊക്കെയും അന്നന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കന്മാർ ആ ബിദഅത്തിനെതിരിൽ പ്രതിരോധിക്കുകയും ആ ബിദഅത്തെ തടയുകയും അതിനെ ഖണ്ഡിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ബിദഅത്തുകാർ പഴയത് പാടിയത് തന്നെ വീണ്ടും പറയാം. അപ്പം നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും പറയേണ്ടി വരികയാണ്. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഈ വിഷയത്തെ കാണുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇസ്ലാമിന് എല്ലായിടത്തും വേരോട്ടം ലഭിക്കുന്നതിന് പോലും നിമിത്തമായ ഏറ്റവും മഹത്തായ ഒരു പ്രത്യേകത, പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ നിയമമാണല്ലോ, അള്ളാഹുവിൻ്റെ ദീനാണല്ലോ. അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹുവിൻ്റെ അടിയാറുകളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടിയാറുകളെയെല്ലാം കാലേ കൂട്ടി അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ളതാണ് പരിശുദ്ധ ദീൻ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മാനവകുലത്തിന്, ജിന്നുകൾക്കുമുണ്ട് അതിൻ്റെ നിയമം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. മനുഷ്യർക്കുള്ള നിയമങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തതും നമ്മൾ പഠിച്ചതും നമ്മുടെ കിതാബുകൾ കൈകാര്യം ചെയ്തതും ഒക്കെ. ആ പരിശുദ്ധ ദീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് എക്കാലത്തും നിലനിൽക്കാനുള്ള ആർജവത്തോടെയും അതിനുള്ള പാകതയോടെയുമാണ്. എക്കാലത്തും ദീൻ നിലനിൽക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം വിശ്വാസികൾ, ഇസ്ലാമിക വിശ്വാസമുള്ള മുസ്ലിമീങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എല്ലാ വിഭാഗവും അംഗീകരിക്കുന്നതാണ്. കാലികമാണ് ഇസ്ലാം, സാർവകാലികമാണ് ഇസ്ലാം, സമ്പൂർണമാണ് ഇസ്ലാം. എല്ലാ കാലത്തേക്കും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും, പുതുമയോടെ തന്നെ നിലനിൽക്കും എന്നൊക്കെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് എല്ലാവരും വാഴ്ത്തുന്നതും എല്ലാവരും വിശേഷിപ്പിക്കുന്നതുമാണ്. വിദേഹത്തിൻ്റെ പാർട്ടികളായിരിക്കാം ഒരുപക്ഷെ ആ വിശേഷണത്തിൻ്റെ സുന്ദര പദങ്ങളൊക്കെ, പുതിയ പുതിയ പദങ്ങളൊക്കെ അവതരിപ്പിച്ചവർ. കാരണം നമ്മളെ മൂല്യന്മാർക്ക് അങ്ങനെയൊന്നും പറയാൻ കിട്ടുമല്ലോ. സാർവകാലികവും സാർവജനീനൊന്നും പറയാൻ പഴയ മൂല്യന്മാർക്ക് കിട്ടൂല. അതൊരു പക്ഷേ വിദേഹത്തിൻ്റെ ആളുകളായിരിക്കാം മലയാളം കൊണ്ടുവന്നത്. മലയാളമൊക്കെ അല്ലാതെ തന്നെ ഉള്ളതാ, വിദേഹത്തിൻ്റെ ആളുകളൊന്നുമല്ല. കുട്ടികൃഷ്ണമാരാറും മറ്റും മുറിച്ചു വെച്ചാണ് മലയാളത്തിൻ്റെ പണ്ഡിതന്മാർ. അത് മൂല്യന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേഹത്ത് സംഘങ്ങളായ മുസ്ലിമുകളൊന്നുമല്ല. അത്തരം പദങ്ങൾ ആദ്യം പ്രയോഗിച്ചവരവരായിരിക്കാമെങ്കിൽ പോലും വസ്തുത ശരിയാണല്ലോ. സമ്പൂർണമായി നിലനിൽക്കുന്ന സാർവകാലികമായ ഈ ദീൻ എല്ലാ കാലത്തേക്കും എല്ലാ സമൂഹത്തിലേക്കും എല്ലാ സംസ്കാരങ്ങളിലേക്കും കടന്നു ചെല്ലാൻ പര്യാപ്തമായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അള്ളാഹുവും റസൂലും ഒരു കാര്യവും ഒഴിച്ചിട്ട് പോയിട്ടില്ല. സമ്പൂർണമായി നബിയും അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കലാമും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കലാമിനെ വിശദീകരിക്കാനും വിസ്തരിച്ചു വരാനും മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചുകൊണ്ടും വച്ചുകൊണ്ടുമാണല്ലോ അള്ളാഹു തആല പരിപൂർണമായി മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇ പറഞ്ഞത്. ഒന്നും ഒഴിച്ചിടാതെ സമ്പൂർണമായി വിവരിച്ചിട്ടുണ്ട് കിതാബിൽ. പക്ഷേ ആരാ വിവരിക്കുന്നത്? ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബയാൻ. അള്ളാഹുവും അവൻ്റെ തിരുനബിയും എല്ലാ കാലത്തേക്കും വേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത്. ഒന്നും ഒഴിച്ചിട്ടിട്ടില്ല, എല്ലാം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു റസൂൽ തിമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി വിശദീകരണങ്ങൾ ഒഴിച്ചിട്ടുള്ളതുപോലെ അള്ളാഹുവും റസൂലും പിൽക്കാലത്ത് വരുന്ന ഉലമാഇന് വേണ്ടി വിശദീകരണങ്ങൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇടമുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ നടത്തും.
അതാണ് മുജ്തഹിദീങ്ങളായ ആളുകളും ഉലമാക്കളും ചെയ്തത്. അള്ളാന്റെയും റസൂലിൻ്റെയും അഹ്കാമുകളും വിധികളും അവരവരുടെ കാലത്ത് പുതുതായി വരുന്ന സംഭവങ്ങൾ വരുമ്പോഴൊക്കെയും അല്ലെങ്കിൽ ചിന്തയിൽ പുതുതായി വരുന്ന സങ്കല്പങ്ങൾ അവർ ചിന്തിച്ചെടുക്കുമ്പോഴൊക്കെയും അതിനൊക്കെ ബാധകമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ദീനിനെ വിവരിക്കുക എന്ന ധർമ്മമാണ് ഉലമാക്കന്മാർ നിർവഹിച്ചത്. ഇത് മൂന്നും ചേരാതെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്തിയുല്ലാഹ രണ്ട് നല്ല ശൈലിയിൽ തന്നെ അള്ളാഹു പറയുന്നു. അത്തിയുല്ലാഹ അള്ളാഹുവിൻ്റെ കിതാബിന് വഴിപ്പെടണം, അള്ളാഹുവിന് വഴിപ്പെടണം. അതായത് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടണം. ഇത് തഫ്സീർ ചെയ്യുന്ന രീതിയിലാണ് അള്ളാഹു പറയുന്നത് അത്തിയുല്ലാഹ, അതായത് റസൂൽ. ഇതല്ലാതെ അള്ളാഹുവിനെ നമുക്ക് കിട്ടൂലല്ലോ. അള്ളാഹുവിൻ്റെ കലാം കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണം. അള്ളാഹുവിൻ്റെ വഹി നമുക്ക് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ തിരുമേനി വേണം. അപ്പോൾ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കൽ തന്നെയാണ് അള്ളാഹുവിനെ അനുസരിക്കൽ. അപ്പൊ അത്തിയുല്ലാഹ എന്ന് പറഞ്ഞ അതേ ഭാഷയിൽ റസൂല, അതായത് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടാൽ, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ അള്ളാഹുവിന് വഴിപ്പെടലായി. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ വഴിപ്പെടലാണ് അള്ളാഹുവിന് വഴിപ്പെടൽ. റസൂൽ തിരുമേനിയോടൊപ്പം അത്തിയുല്ലാഹ എന്നതിന് തഫ്സീർ ചെയ്യുമ്പോൾ അള്ളാഹു ചേർക്കുകയാണ് ഉലിൽ അംരി മിൻകും, റസൂലിനോടൊപ്പം ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലമാക്കന്മാർക്കും വഴിപ്പെടണം. അപ്പം നബി തിരുമേനിയും ഉലമാക്കളുമാണ് അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ട നിയമങ്ങൾ നമുക്ക് നൽകുന്നത്. ഉലമാക്കൾ എന്നുണ്ടോ ആ എന്നുള്ള ഉലമാക്കളും ഉമ്മത്ത് വഴിപ്പെടാൻ വിധേയപ്പെട്ടവരാണ്. ഉലമ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായ അറിവുള്ളവരായ ഉലമ ആണെങ്കിൽ അതാണ് ഉലുൽ അംർ കൊണ്ട് ഉദ്ദേശമെങ്കിൽ അവാമുന്നാസ് സാധാരണക്കാരായ അവാമുൽ ഉമ്മത്ത് എപ്പോഴും ഉലമാക്കളെ അനുസരിച്ചു കൊണ്ടിരിക്കണം. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉലമാക്കളുമാണ് അല്ലാഹു തആലാനെ അനുസരിക്കുന്നതിനുള്ള നമുക്ക് കാണിച്ചു നൽകപ്പെട്ട, നമുക്ക് ആഹ്വാനം നൽകപ്പെട്ടിട്ടുള്ള മാതൃകകൾ അല്ലാഹുവിൻ്റെ റസൂലും ഉലമാക്കളും. അപ്പോൾ ഉലമാക്കളുടെ വിശദീകരണം തന്നെയാണ് അള്ളാന്റെ വിശദീകരണം. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണമാണ് അല്ലാഹു തആലാന്റെ ബയാൻ. അള്ളാഹുവിനെ ബയാൻ ചെയ്തുകൊണ്ട് തിരുമേനിയും അള്ളാഹുവിനെയും തിരുമേനിയെയും കാലികമായി ബയാൻ ചെയ്തുകൊണ്ട് ഉലമാക്കളുമാണ് ഈ ദീനിനെ കാലികമായി നിലനിർത്തുക. യൗവനം വിടാതെ നിലനിർത്തുക. മുഫ്തിമാർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ ഇവിടെ, മുഫ്തിമാർ ദീനിനെ ഫത്തയാക്കുന്നവർ എന്നാണല്ലോ ആയിട്ട്, ദീനിനെ ഫത്തയാക്കുന്നവർ, യൗവനം ദീനിന് നൽകുന്നവർ, മുഫ്തി. ഫത്തയാക്കുക എന്നുള്ള മുഫ്തി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ദീനിനെ ഫത്തയാക്കി കൊണ്ടുവരുന്നവർ ഉലമാക്കന്മാരാണ്, മുഫ്തിമാരാണ്. അപ്പോൾ കാര്യങ്ങളും പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ ഉടലെടുത്തുകൊണ്ടേയിരിക്കും, പരിഷ്കാരങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, ആചാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിലനിന്ന് വരുന്ന മനുഷ്യ സമൂഹം എവിടെ സമൂഹമായി ജീവിക്കുന്നുണ്ടോ അവിടെ ആചാരങ്ങളും സംസ്കാരങ്ങളും വളരും. നമ്മൾ മാത്രമൊന്നുമല്ല, അമുസ്ലിമീങ്ങൾ മാത്രം നിൽക്കുന്ന പ്രദേശത്ത് അവർക്കിടയിലായിട്ടൊരു സംസ്കാരം വളരൂലേ? തീർച്ചയായും വളരും. ദീനിന്റെ വിളംബരങ്ങളും വിളിയാളങ്ങളൊന്നും ചെന്നെത്താത്ത ഇടമാണ് എന്ന് വെച്ചോളും. ചെന്നെത്താന്ന് പറഞ്ഞാൽ ദൈവത്തെത്താത്താന്ന ഭാഷയിലല്ല ഞാൻ സംസാരിക്കുന്നത്. കാര്യമായി അതിൻ്റെ വിശദീകരണങ്ങളും നടക്കാത്ത ഒരു പ്രദേശമാണെന്ന് വെച്ചോളൂ. ആ പ്രദേശത്ത് മാനവ സമൂഹം ജീവിച്ചാൽ മാനവ സംസ്കാരം അവിടെ ഉണ്ടാവും. ഇത്തരം സംസ്കാരങ്ങൾ രൂപപ്പെടുന്നിടത്തൊക്കെയും അള്ളാഹുവിൻ്റെ ദീനിന് ഇടമുണ്ട്, ദീനിന് പ്രവേശനമുണ്ട്. യൂറോപ്പിലും ഇസ്ലാമിന് പ്രവേശനമുണ്ട്, പടിഞ്ഞാറും കിഴക്കും ഇസ്ലാമിന് പ്രവേശനമുണ്ട്, അഷ്ടദിക്കുകളിലും ഇസ്ലാമിന് പ്രവേശനമുണ്ട്. അഷ്ടദിക്കുകളിലും വ്യത്യസ്ത സംസ്കാരമാണല്ലോ സമൂഹങ്ങൾക്കിടയിലുള്ളത്.
ഇന്നും എന്നും. ഇപ്പോൾ മുസ്ലിമീങ്ങളൊക്കെ ആയി അമേരിക്കക്കാരെന്ന് വെച്ചാലും അമേരിക്കൻ്റെ ഒരു സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരം അവരുടെ സംസ്കാരമാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഈ സംസ്കാരങ്ങളെയൊക്കെ സംസ്കരിക്കുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദൗത്യം. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സംസ്കരിക്കുക എന്ന വാക്കിന് പ്രത്യേകം കൂട്ടിച്ചേർക്കുന്നത്. നിലവിലിരിക്കുന്ന സംസ്കാരങ്ങളെ, ഇസ്ലാം കടന്നു ചെല്ലുന്ന സമയത്തുണ്ടാകുന്ന സംസ്കാരങ്ങളെ, ഇസ്ലാം നിലനിൽക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ ഇരുട്ടുകളും അന്ധകാരങ്ങളും എല്ലാം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വാർത്ഥതകളും ചൂഷണങ്ങളും എല്ലാവിധ മനസ്ഥിതികളും ഉണ്ടായി ചേരുമ്പോൾ ഉണ്ടാകുന്ന സംസ്കാരങ്ങളെ ശുദ്ധീകരിക്കുക, സംസ്കരിക്കുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദൗത്യം. ആ സംസ്കരണമാണ് ഇസ്ലാം എക്കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് മൗലിദാഘോഷത്തിൻ്റെയും സംഭവം. അതായത് ജന്മദിനാഘോഷങ്ങളും ഓരോ വ്യക്തിയുടെ ജന്മദിനാഘോഷങ്ങളും അതുപോലത്തുള്ള ആഘോഷങ്ങളുമൊക്കെ നാടിൻ്റെ സംസ്കാരം അനുസരിച്ച് പുതുതായി വന്ന കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അറബികൾക്ക് ആ സ്വഭാവമില്ല. മക്കയിലെ ഖുറൈശികൾക്ക് മൊത്തം തന്നെ ഇല്ല. ആ ജാഹിലിയത്തിൽ ആ ഒരു സംഭവമില്ല. ഒരു വ്യക്തിയുടെ ജന്മം ആഘോഷിക്കുക എന്നൊരു പരിപാടി ജാഹിലിയത്തിലില്ല. ജാഹിലിയത്തിൽ അതില്ലാതെ വന്നപ്പോൾ ഇസ്ലാമിൻ്റെ അകത്തും കൂടുമല്ലോ ഈ ജാഹിലിയത്ത്. തബറുജൽ ജാഹിലിയത്തിൽ ഊല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണല്ലോ വിശുദ്ധ ഖുർആൻ. അപ്പോൾ മുസ്ലിമീങ്ങൾ ജീവിച്ചു വരുമ്പോഴും വളരും അതിനകത്ത് ജാഹിലിയത്ത്. ആ ജാഹിലിയത്ത് ഇസ്ലാമിനകത്തും മുസ്ലിം സമൂഹത്തിനകത്തും വളരുമ്പോൾ ആ ജാഹിലിയത്തിനെയും സംസ്കരിക്കേണ്ടി വരും. അങ്ങനെ സംസ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ജന്മദിനാഘോഷങ്ങൾ മുറക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു കാലം, അതാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്റാനി ഭാഷയിൽ സംസ്കരിച്ചിരുന്ന അതിൻ്റെ സംസ്കാരങ്ങൾ നിലനിന്നിരുന്ന മേഖലയിൽ ഉടലെടുത്തിട്ടുള്ളതാണ് അത്തരം സംസ്കാരങ്ങൾ. 2024 എന്നപ്പോൾ നമ്മൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ ജന്മം ശരിയോ തെറ്റോ എന്ന് പറ കണക്ക് ഏതോലാവട്ടെ, ക്രിസ്തുവിൻ്റെ ജന്മത്തെ കണക്കാക്കിയാണ് നമ്മൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തെ ആധാരമാക്കിക്കൊണ്ട് കാലം നിർണയിച്ചു വരുന്ന ഒരു സമൂഹത്തിൻ്റെ അകത്തേക്കും ആ സമൂഹത്തിനിടയിലേക്കും ഇസ്ലാം കടന്നു ചെന്നപ്പോൾ അവരുടെ ഭരണങ്ങളിൽ നിന്ന് മാറി 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 പല ഭരണകൂടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഇർബുൽ എന്ന് പറയുന്നത് അത്തരം ഒരു പ്രദേശമാണല്ലോ. അത്തരം പ്രദേശത്താണ് രാജകീയ പ്രൗഢിയിൽ അന്നദാനം നല്ലോണം നടക്കുന്ന തരത്തിൽ, വലിയ സദ്യകൾ ഉണ്ടാക്കുന്ന തരത്തിൽ, ഒരാഘോഷമാകുന്ന തരത്തിൽ ഈ മൗലിദാഘോഷം എന്ന് മഹാനായ അല്ലാമ അബൂ ശാമ തങ്ങൾ അവർ പറയുന്ന രീതിയിൽ വന്നത്. അവർ പറയുന്നുണ്ട്, ഇർബുൽ രാജാവല്ല ഇതിൻ്റെ ഒന്നാമത്തെ ആള്. അല്ലാമ അബൂ ശാമ തന്നെ പറയുന്നുണ്ട്, ഇർബുൽ രാജാവല്ല ഒന്നാമത്തെ ആള്. ഇർബുൽ രാജാവിൻ്റെയും മുമ്പ് ചിലരിത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂപ്പര് പേര് സഹിതം പറയുന്നുണ്ട് തൻ്റെ അൽ ബാഇസിൽ. അങ്ങനെ പിന്നീട് രാജകീയ പ്രൗഢിയിൽ വന്നതാണ് സ്വാഹിബുൽ ഇർബുൽ, മുളഫർ രാജാവ് എന്ന് പറയുന്ന ആളെ പേര് തന്നെ കോക്ക്ബിരി എന്നാണല്ലോ. കോക്ക്ബിരി ആ പേരിനെ ആലോചിച്ച് നിങ്ങൾ അറബല്ലത് കോക്ക്ബിരി എന്ന്. പോ എന്നൊരു ശബ്ദം അറബിലില്ല. അറബിയെടുത്ത് വായിച്ചാണെങ്കിൽ കൂക്ക് ബീരി എന്നാ പറയാ. കൂല എന്നല്ല പറയാ. കൊക്കക്കോലക്ക് കൊക്കക്കോല തന്നെ അറബികളത് കൂല എന്നാ പറയാ. അങ്ങനെ ഒരു ഉച്ചാരണം അറിയുള്ളൂ. കോ എന്നൊരു ശബ്ദം ഓകാരം അവർക്കില്ല. ഓകാരൊന്നും അറബിലില്ലല്ലോ. അപ്പൊ കോക്ക്ബിരി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ അത് അറബല്ല, പേർഷ്യനാണ്. പേർഷ്യൻ നാമത്തിൽ, പേർഷ്യൻ സമൂഹത്തിൽ, പേർഷ്യൻ സംസ്കാരത്തിൽ വളർന്നു വന്നിരുന്ന ജന്മദിനാഘോഷങ്ങൾക്കിടയിൽ ആ ജന്മദിനാഘോഷങ്ങളെ എല്ലാം കവച്ചു വെക്കുന്ന തരത്തിൽ നിങ്ങൾ ഈ ആഘോഷിക്കുന്ന ആളുകളൊക്കെ ആഘോഷിക്കാനും അവരുടെ ജന്മദിനങ്ങളൊക്കെ ആഘോഷിക്കപ്പെടാനും എന്തിരിക്കുന്നു? ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഉണ്ടാകുമ്പോൾ മറ്റുള്ളതെല്ലാം അപ്രസക്തമല്ലേ? ആ ഒരു ജന്മദിനാഘോഷത്തിൽ എല്ലാം കൂടി സമന്വയിപ്പിച്ച് എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് മഹാനവറുകൾ ചെയ്തത്. അത് ഇസ്ലാമിന് ഗംഭീര വിജയം നേർന്നു. അതിന്നും നമ്മുടെ രാജ്യത്തേക്ക് കൂടി ബന്ധപ്പെടുത്തി നോക്കി. ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ, ഇസ്ലാമിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ, മഹാഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ഏറ്റവും പറ്റിയ ഒരാഘോഷമല്ലേ നബിദിനാഘോഷം?
അങ്ങനെ തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഇത് വന്നതും. ഉത്തരേന്ത്യൻ ഭാഗത്താണ് ഇന്ത്യ രാജ്യത്ത് ഈ ആഘോഷ പരിപാടി വന്നത്, കേരളത്തിലല്ല. കേരളത്തിലെ മൗലൂദിൻ്റെ മുമ്പ് ഉത്തരേന്ത്യൻ ഭാഗത്ത് ഈ നബിദിനാഘോഷമുണ്ട്. ആ ആഘോഷത്തിൻ്റെ രീതിയിലേക്ക് വരുന്നത് ഉത്തരേന്ത്യൻ ഭാഗത്ത് നിന്ന് നമ്മുടെ ഭാഗത്തേക്ക് പ്രത്യേകം അതിനായി സംഘങ്ങളെയൊക്കെ അയച്ച് സംഘങ്ങളൊക്കെ ഉണ്ടാക്കി നബിദിനാഘോഷ കമ്മിറ്റികൾ, ഇത് ആദ്യം ഉണ്ടാക്കിയത് പരിഷ്കാരികളായി വന്ന വഹാബികളുടെ ആദ്യ നേതാക്കളാണ്. അതാണ് ഈ ആഘോഷത്തിൻ്റെ രൂപത്തിൽ ഇത് ആദ്യം ഉണ്ടാക്കിയത്. കാരണം JDT ഇസ്ലാമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അവരാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇതിനെ ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത്. കൊള്ളാം, നമ്മളെ ആലിമ്യങ്ങൾ കൊള്ളാം, നല്ലൊരു പരിപാടിയാണ് തന്നെ. അതൊരു ഭക്തിപൂർണ്ണമാക്കി നമ്മളെ ആലിമ്യങ്ങൾ നല്ല മൗലൂദ് ഉണ്ടാക്കി. ആ മൗലൂദും അതിനെ ഭക്തിയാദരപൂർവ്വം നിർവഹിച്ച ഒരു ചടങ്ങും, അത് കഴിഞ്ഞിട്ട് സദഖ ഭക്ഷണം വിളമ്പുന്ന ഒരു പരിപാടിയും. ഭക്ഷണം വിളമ്പുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് അത്ര വലിയ പ്രസക്തമല്ലാതിരിക്കാം. അന്നത്തെ കാലത്ത് കൊല്ലത്തിലൊരിക്കൽ നബിദിനാഘോഷത്തിന് കഴിക്കുന്നതും പെരുന്നാളിന് 2 പെരുന്നാളിന് കഴിക്കുന്നതും തന്നെയാണ് വയറ് നിറച്ച് ഇനി മതി മക്കളെ എന്ന് ഉമ്മയും ബാപ്പയും പറയാതെ കഴിക്കുന്ന ആഹാരം. മനസ്സിലായോ? മറ്റതൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചാലും മതി മക്കളെ നീച്ചോളിയും കൈയഴിക്കോളി എന്ന് പറയും. ഞാനൊക്കെ അങ്ങനെ പട്ടിണി കടന്നതും ആ തലമുറയാണ്. അതിൻ്റെ ശേഷമുള്ള തലമുറക്ക് അത് അറിയാതിരിക്കാം. തീർച്ചയായും നോമ്പ് തുറക്കാൻ വരെ ഞങ്ങൾ തന്നെ അന്ന് തേക്കിൻ്റെ ഇലയിലാണ് സാധനങ്ങൾ പൊഴിഞ്ഞു കൊടുക്കുക. വസ്തുക്കൾ കടയിലെ സാധനങ്ങൾ തേക്കിൻ്റെ ഇല, ആ തേക്കിൻ്റെ ഇല ഒടിച്ച് അത് തലയിൽ ആഞ്ഞു കെട്ടി അത് കടയിൽ കൊണ്ടുപോയി വിറ്റ് അതിന് കിട്ടുന്ന 50 പൈസ അല്ലെങ്കിൽ 25 പൈസ കൊണ്ട് കപ്പ മേടിച്ച് ആ കപ്പ പുഴുങ്ങിയിട്ട് നോമ്പ് തുറക്കണം. ഇങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തുള്ള നോമ്പ് തുറ. എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് മതിയാവൂല. പിന്നീട് ഉമ്മാൻ്റെ വീട്ടിലേക്കോ പെങ്ങളെ വീട്ടിലേക്കോ മറ്റേതെങ്കിലും വീട്ടിലേക്കോ അവിടെ വല്ല ശിഷ്ടമുണ്ടോ ബാക്കിയുണ്ടോ നോക്കി ഓടുകയാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും അനുജനൊക്കെ അങ്ങനെ ധാരാളം ഓടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പട്ടിണിയാണ് അക്കാലം. അതിന് മുമ്പ് അതിലേറെ വലിയ പട്ടിണിയല്ലേ നമ്മൾ ഉസ്താദുമാരുടെയൊക്കെ കാലത്ത്? അതിലേറെ വലിയ പട്ടിണിയാണ് അവർ പറയുന്നത്. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കിതാബ് ഓതുന്ന കാലത്ത് വിഷമിച്ചിട്ടുള്ള വിഷമങ്ങൾ നമ്മുടെ ഉസ്താദുമാരോ പറയുന്നത് കേട്ടാൽ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പം നമുക്ക് അതിശയം തോന്നും. ആ പട്ടിണിയുടെ കാലത്ത് പെരുന്നാളിൻ്റെ 2 ദിവസത്തെ ഊണും ഇതുപോലത്തെ വല്ല നേർച്ചച്ചോറും ആരെങ്കിലും നബിൻ്റെ നബിദിനാഘോഷം തന്നെ മൗലൂദിൻ്റെ ചോറുണ്ടാക്കി അതാണ് വയറ് നിറച്ച് ഇറച്ചും ചോറും കിട്ടുള്ളൂ. അതൊരു വാഴയില വെട്ടിയിട്ടാണ് ഞങ്ങളവിടേക്ക് വെക്കുക. വാഴൻ്റെ ഇല വെട്ടിയിട്ട് വിരിച്ചിട്ട് അതിലൊന്നായിട്ട് ചോറ് കൊട്ടുക. തേങ്ങാച്ചോറോ അതല്ലെങ്കിൽ വെറും ചോറോ അതിലൊന്നായിട്ട് കറി ഒഴിക്കുക. ആ കറി ഒഴിച്ച് എല്ലാവരും ഒന്നിച്ചിങ്ങനെ തിന്നായിരുന്നു. അതിൽ ചൊറിയുള്ളവരുണ്ടാവും, വെള്ളപ്പാണ്ടുള്ളവരുണ്ടാവും, എല്ലാം ഉള്ളവരുണ്ടാവും. അതൊന്നും ഇന്ന് ഊഹിക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ പോലും ഇതൊക്കെ വാരി വലിച്ചു വിഴുങ്ങുന്നത് വാസ്തവത്തിൽ പട്ടിണി കൊണ്ടും വിശപ്പ് കൊണ്ടുമാണ്. ആ വിശപ്പിന്റെ കാലത്ത് മൗലിദാഘോഷം വളരെ പ്രസക്തമായിരുന്നു. അന്നായിരുന്നു ഈ വഹാബികൾ ഇന്നത്തെ ഈ നിഷേധവും ഇന്നത്തെ വിമർശനവുമായി വന്നതെങ്കിൽ കാരണത്തടിയേറ്റ് അവർ പോകുന്നു. തിരിച്ച് വേറൊന്നും പറയേണ്ടി വരില്ല. കാരണം ഈ പട്ടിണി നമ്മളെ ചോറൊക്കെ മുടക്കാൻ നടക്കുന്ന ഒരു കൂട്ടരെന്ന് പറയുന്നു. ഇപ്പൊ അവർക്ക് സുഖമായിട്ട് പറയാം. പുതിയ കാലമല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ ആഘോഷം വന്നത്. ഈ ആഘോഷം വന്നപ്പോൾ ഇത് ആദ്യം മുതൽ വരുമ്പോഴേ നാം പറഞ്ഞല്ലോ, വിലമാക്കന്മാർ ഏത് കാലത്തും ദീനിൻ്റെ വിഷയങ്ങൾ നോക്കിപ്പോകും. അപ്പോൾ നബിദിനാഘോഷങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ആ ആഘോഷങ്ങളുടെ കൂട്ടത്തെ സംസ്കരിച്ച് ദീനിയായ രീതിയിലുള്ള ആഘോഷമാക്കി ദീനിന് നിരക്കാത്ത വല്ലതും ഇത്തരം ആഘോഷങ്ങളുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ ഈ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ പാടില്ല. അവിചാരിതമായി ഒന്നുകൂടിയാൽ അതിനെ എതിർത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ മുങ്കറാണ്, അത് മുങ്കറാത്തുകളൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഈ നബിദിനാഘോഷത്തെ സംസ്കരിച്ചു കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ നാട്ടിലും കുറച്ച് കാലമായിരിക്കും വന്നിട്ട്. പക്ഷേ ആ കുറച്ച് കാലം വന്ന കാലത്ത് അതെല്ലാവർക്കും ആവശ്യമായിരുന്നു. ആരും അതിനെ എതിർത്തിട്ടില്ല. വഹാബികളുടെ നേതാക്കളായി വന്നവരായിരുന്നു യോഗം വേണം, പ്രസംഗം വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ അതിൽ പറഞ്ഞിരുന്നത്. ആഘോഷ കമ്മിറ്റികളിലൊക്കെ അവരായിരുന്നു വാസ്തവത്തിലുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആ യോഗങ്ങളിലേക്കും ഒരാഘോഷ പരിപാടികളിലേക്കും സ്റ്റേജ് പരിപാടികളിലും ഒക്കെ നിൽക്കുകയും മറ്റേ വീട്ടിലെ മൗലൂദുള്ളൂ, വീട്ടിലെ മൗലൂദും ചോറും അതേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഭക്തിയാദരപൂർവ്വം നടക്കുന്നൊരു പരിപാടി, എന്നിട്ട് ചോറ് അത്യാവശ്യപ്പെട്ടതോ അനിവാര്യമായതോ ഒരു സംഗതി, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വികസിച്ചു, ഇത് ഇനിയും വികസിക്കും, കാലത്തിനനുസരിച്ചൊക്കെ വികസിക്കും, ഉറപ്പല്ലേ. ഈ ചോറിനൊന്നും ഒരു പ്രസക്തിയില്ല. അവിടെ വരുമ്പോൾ വേറെ ചിലതാ കിട്ടേണ്ടതെന്ന് വരൂലേ ഇനി കുറച്ച് കഴിഞ്ഞാൽ. ആ വേറെ ചിലത് കിട്ടേണ്ട കാലത്ത് വരുമ്പോൾ അതാവും പണം മാത്രം കൊടുക്കേണ്ടത് വരാം, നാടിന് ആവശ്യമുള്ളത് വരാം. അപ്പം സമ്മാനം കൊടുക്കുമ്പോൾ പണ്ട് കൊടുത്തിരുന്ന സമ്മാനമൊക്കെ കൊടുക്കാൻ പറ്റുമ്പോൾ ഇപ്പം ഏറ്റവും നല്ല മൊബൈൽ ഫോൺ, ഏറ്റവും നല്ല ആ ജാതിയൊക്കെ കൊടുക്കേണ്ടി വരിക. അങ്ങനെ സമ്മാനം കൊടുക്കുന്ന കാലത്ത് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ദാനം ചെയ്യുന്നതും ജനങ്ങൾക്ക് ആവശ്യമുള്ളതായി മാറും. ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ ആചാരങ്ങൾ മാറുമ്പോൾ ഈ ആചാരങ്ങൾ മാറുന്നതനുസരിച്ച് എല്ലാം പുതിയത് ഒക്കെ മിണ്ടാതിരിക്കും. ഇതൊക്കെ അനാചാരം എന്ന് ഒഴിവാക്കുകയാണോ വേണ്ടത്? അതോ പരിശുദ്ധ ഇസ്ലാമിന്റെ കാലികതയും സമ്പൂർണതയും വ്യക്തമാക്കുകയാണോ? തീർച്ചയായും പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമാണ്, കാലികമാണ്, ഏതു കാലത്തേക്കും പര്യാപ്തമാണ്, എന്തിനോടും പ്രതികരിക്കാനുള്ള ശേഷി ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഉടലെടുക്കുന്ന എല്ലാവിധ ആചാരങ്ങളും എല്ലാവിധ ആഘോഷങ്ങളും എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളും ആ സംസ്കാരങ്ങളെയൊക്കെ ശുദ്ധീകരിക്കാൻ പോകുന്ന പവർ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിനുണ്ട്. ആ ശരീഅത്തിന്റെ പവറാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വേണ്ടാത്തത് വേണ്ട എന്ന് പറയും, വേണ്ടത് വേണമെന്ന് പറയും. ഇതാണ് ഉലമാക്കന്മാരുടെ ദൗത്യം. അതുകൊണ്ട് ഉലമാക്കന്മാർ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വിഷയാവതരണത്തിന് മുസ്തഫ അലി സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും വിമർശിക്കുമ്പോഴേക്ക്, ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോഴേക്ക് നമ്മളങ്ങനെ കുത്തിരിക്കല്ല വേണ്ടത്. ഓരോ ആഘോഷങ്ങളിലും അങ്ങനെ ഇപ്പോൾ ഒരു വിവാഹം എന്ന പേരിൽ എന്തെല്ലാം പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. വിവാഹാഘോഷത്തിന് പണ്ടില്ലാത്ത ഒരുപാട് ആഘോഷങ്ങൾ വരുന്നില്ലേ? ചിലതൊക്കെ അനാചാരം എന്ന് ആളുകൾ ഘോഷിച്ച് പോകുമ്പോഴേക്ക് കടന്നു വരുന്നതാണ് വേറെ. അതുപോലെ അതിലും വലിയ അനാചാരമായിരിക്കും പിന്നെ വരുന്നത്. അനാചാരം തന്നെ ഒരുപാട് ആളുകൾ പലതും പോക്കി. സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അനാചാരം തന്നെ പോക്കിയപ്പോൾ പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? എന്തെല്ലാം വിവാഹാഘോഷവുമായി ബന്ധപ്പെട്ട് വരുന്നത്. മുസ്ലിമീങ്ങൾ മാത്രം ഭക്തിയോടുകൂടെ ജീവിക്കുന്ന വടക്കൻ മലബാറിൽ, അതും കാസർഗോഡ് ഭാഗത്താണ് കൂടുതൽ വരിക ഇത്തരം കാര്യങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരുന്നതിന് എന്താണ് ഇസ്ലാമിൻ്റെ വിധി? മുങ്കറാണെങ്കിൽ മുങ്കർ, നടത്തേണ്ടതാണെങ്കിൽ നടത്തേണ്ടത്, പുണ്യകർമ്മമാണെങ്കിൽ പുണ്യകർമ്മം, വിരോധിക്കപ്പെട്ട നിഷിദ്ധമാണെങ്കിൽ നിഷിദ്ധം. അപ്പോൾ ഈ വസ്തുതകളെ വിഷയം അവതരിപ്പിച്ചത് നല്ലപോലെ മനസ്സിലാക്കി വിലയിരുത്തി തദടിസ്ഥാനത്തിൽ വരുന്ന സംശയങ്ങൾ തീർക്കുക എന്ന പരിപാടിയിലേക്ക് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ശരിയായ സ്വഭാവവും ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ആശയവും അതെങ്ങനെയാണ് ലോകത്ത് നിലയുറപ്പിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്, എങ്ങനെയാണ് അത് ജനജീവിതത്തെ സംസ്കരിക്കുന്നത്, ജനങ്ങളുടെ മൊത്തം ജീവിതത്തിൽ അതെങ്ങനെയാണ് ഇടപെടുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയും അതിനൊക്കെ പറ്റുന്ന ബുദ്ധിയും അറിവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി സഹായിക്കുമാറാവട്ടെ. പുതുതായി വരുന്ന വിഷയങ്ങളെയൊക്കെ പുതുതായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവയെ ശരിക്കും വിസ്തരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് അതിൻ്റെ രീതിയിൽ അതിനോട് പ്രതികരിക്കാനും ഇടപെടാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.